ഈ ഉണ്ണികൃഷ്ണൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഒരു ഇമെയിൽ അയച്ചു കഴിഞ്ഞ വർഷം. ആ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ രസകരമാണ്. ആ ഇമെയിലിൽ പറഞ്ഞിരിക്കുന്നത് 7th റെസ്പോണ്ടന്റ് പറഞ്ഞിരിക്കുന്നത് ഗോൾഡ് കോട്ടഡ് ആയ കോപ്പർ പ്ലേറ്റ്സ് അവിടുത്തെ സ്ട്രോങ് റൂമിലുണ്ട്, അത് തനിക്ക് തരണം, അതിൽ നിന്ന് ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്ത് എൻ്റെ കോസ്റ്റ് കുറയ്ക്കാനാണ്. പാരഗ്രാഫ് 11 നിങ്ങൾക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും കാണാം. ആ പാരഗ്രാഫ് 11 നോക്കാമെങ്കിൽ എൻ്റെ സീരിയസ്നെസ് കിട്ടും. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. അതായത് ഹൈക്കോടതി വിജിലൻസ് ഓഫീസറോട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി 12/9/2025 ഗോൾഡ് പ്ലേറ്റഡ് ദ്വാരപാലക ഐഡൽസ്, സ്വർണം പ്ലേറ്റ് ചെയ്ത ദ്വാരപാലക ഐഡൽസ് സ്ട്രോങ് റൂമിലുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അത് ചെയ്യാനുള്ള കാരണം ദിസ് വാസ് ഇഷ്യൂഡ് ആസ് വി ഹാഡ് കം അക്രോസ് ആൻ ഇമെയിൽ ഡേറ്റഡ് 2/10/2024. 2/10/2024 യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരു മെയിൽ വന്നു. അതായത് കഴിഞ്ഞ ഏകദേശം ഒക്ടോബർ 2 ഉണ്ണികൃഷ്ണൻ ഇവർക്കൊരു മെയിൽ അയച്ചു. ആ മെയിലിൽ ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വർണം പതിച്ച ചെമ്പ് പാളികൾ ദേവസ്വം ബോർഡിന്റെ സ്റ്റോർ റൂമിലുണ്ട്, അത് തനിക്ക് തരണം. എന്തിനാണ് തരേണ്ടത്? അതിന്റെ എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ്, അതിലെ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്ത് തന്റെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനാണ്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പോലും അവിടെ ഗോൾഡ് പൊതിഞ്ഞ ചെമ്പ് പാളികൾ ഉണ്ടെന്നറിയാം. ഇല്ലെങ്കിൽ ഹൈക്കോടതിക്ക് ആരെങ്കിലും മെയിൽ അയക്കൂ. അതായത് ഈ വിവാദങ്ങളൊന്നും ഇല്ലാത്ത അവസരത്തിൽ ഉണ്ണികൃഷ്ണൻ ഹൈക്കോടതിയോട് പറയുകയാണ്, എനിക്ക് ഓൾറെഡി ദേവസ്വത്തിന്റെ കയ്യിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പ് പാളികളുണ്ട്, അതെനിക്ക് മാറ്റി നൽകണം. ഞാൻ ഓൾറെഡി വേറെ നൽകുകയാണല്ലോ, ഞാൻ പ്ലേറ്റ് ചെയ്ത് നൽകുകയാണല്ലോ, എൻ്റെ കോസ്റ്റും മറ്റും കുറയ്ക്കാൻ. യഥാർത്ഥത്തിൽ ഇതാണ് ഈ എൻറ്റയർ എൻക്വയറി സെറ്റ് ചെയ്തത്. അത് ദൈവമായിട്ട് ജയിക്കുന്നതാണ്, അയ്യപ്പനായിട്ട് ജയിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈ മെയിൽ അയച്ചില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ വെളിവരില്ലായിരുന്നു.